ഓട്ട് ചോരി എന്ന് പറയുന്ന ആദ്യമുണ്ടായത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. 10 വർഷം കൊണ്ട് കേരളം എത്ര പിറകോട്ട് പോയി, സാമ്പത്തികമായി തകർന്നു. അപ്പം വികസന കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചാൽ നല്ല കാര്യം നാട്ടിൽ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അന്ന് ഞങ്ങൾ രണ്ടുപേരെ യോജിപ്പിച്ച ക്രിസ്റ്റോസ്റ്റൻ തിരുമേനിയാണ്. ഈ പാത പൂർത്തിയാകുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന് തോക്കുക, 6000 വോട്ട് തോക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മനഃപൂർവ്വം തോൽപ്പിച്ചത് തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ. ഇന്ത്യയെ നരേന്ദ്രമോദിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു വ്യക്തിക്കേ കഴിയൂ, അത് രാഹുൽ ഗാന്ധിയാണ്. CPM-ഉം LDF-ഉം കുറച്ച് നാൾ മുമ്പ് വരെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ സ്പോൺസർ ചെയ്തു. ഇപ്പോൾ അവർ ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ സ്പോൺസർ ചെയ്യുന്നു. ഇവിടെ ഒരു റിയാലിറ്റി ഉണ്ട്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM തന്നെയാണ്, അത് ഒരു വസ്തുതയാണ്. എന്തായാലും ശരി, അവരിപ്പം ഭൂരിപക്ഷത്തിനെ പ്രീണിപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നു. CPM എത്ര പ്രീണിപ്പെടുത്തിയാലും ഭൂരിപക്ഷത്തിൻ്റെ ജീവനും സ്വത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഉറപ്പ് കൊടുക്കാൻ UDF-ന് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം ഒരു ഭാഗത്ത് ലീഗ്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ലീഗാണ് രണ്ടാമത്തെ വലിയ കക്ഷി. 5ാം മന്ത്രിസ്ഥാനം കൊണ്ടുണ്ടായ വിവാദം അങ്ങേക്കറിയാം. അന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ ഒരു വാചകം ഇന്നും നിലനിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദിനെ പോലെ ആളെന്ന് പറഞ്ഞത്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് വന്നാൽ ലീഗ് നിയന്ത്രിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ ജീവിതം സുരക്ഷിതമാകത്തില്ല, അരാജകത്വമായിരിക്കും. ഇത് വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഈ രണ്ട് പേരെയൊക്കെ ചേർത്ത് നിർത്തി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെ നേരത്തെ CPM പ്രീണിപ്പിച്ചതിൻ്റെ പോലെ മറ്റൊരു മുഖം കോൺഗ്രസും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തെ സ്വാധീനിക്കാൻ വേണ്ടി അവരെ പാമ്പർ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, ചെയ്യാനും പാടില്ല. നമ്മൾ തികഞ്ഞ മതേതര നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ വർഗീയതയെയും ന്യൂനപക്ഷത്തിൻ്റെ വർഗീയതയെയും നമ്മൾ എതിർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത് കാര്യത്തിൽ ഒരു തുല്യ നിലപാടാണ്. ഇവിടെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞെടുപ്പുണ്ടായ കാലം മുഴുവൻ CPM-ആണ് അവരുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ളത്. അതിൻ്റെ രേഖകളെല്ലാം നമ്മുടെ ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ CPM പരാജയപ്പെടണം എന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് സത്യമാണ്. അല്ലാണ്ട് അവരുമായിട്ട് ഒരു കൂടിച്ചേരലോ മുന്നണിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, മനുഷ്യൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യമായ നീതി ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോകും. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമല്ല. ജനങ്ങൾക്ക് എങ്ങനെ നന്മയുണ്ടാക്കാം, അതാണ് ഞങ്ങൾ. അപ്പോൾ ഈ ലീഗ് ഒരു ഭാഗത്ത് എന്തായാലും നമ്മളോടുണ്ട്, വെൽഫെയർ പാർട്ടിയും ഉണ്ട്. സ്വാഭാവികമായി ഒരു ഗവൺമെൻറ് ഫോർമേഷനൊക്കെ വരുമ്പോഴേ അവർ രാഷ്ട്രീയ പാർട്ടിയാണ്, സ്വാഭാവികമായിട്ട് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം. വരാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ അതൊരു തലവേദനയും സൃഷ്ടിക്കാം. അപ്പോൾ അത്തരം ഒരു പ്രത്യേക സാഹചര്യം നിൽക്കുമ്പോൾ ഒരു മതേതര രാഷ്ട്രീയം കേരളത്തിൽ കോൺഗ്രസ്സിനെ നിലനിർത്തണമെങ്കിൽ ഒരു വലിയ പരിധി വരെ അതിന് കഴിയുന്ന ഒരു ലീഡർ UDF-നെ നയിക്കണം. എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് അങ്ങേക്ക് സുകുമാരൻ നായരും അല്ലെങ്കിൽ NSS-ഉമായിട്ട് നല്ല ബന്ധമാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് അതിനേക്കാട്ടിൽ വലിയ ബന്ധമാണ്. പാണക്കാട് തങ്ങളുമായിട്ട് ഉറച്ച സൗഹൃദമുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സമുദായങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നൊരു നേതാവാണ്. മറ്റു പലരെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതൊരു ഫാക്റ്റാണ്. ഇപ്പോൾ VD സതീശനെ എതിരായിട്ടാണ് സുകുമാരൻ നായർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അത് തന്നെയാണ് വെള്ളാപ്പള്ളിയും പറയുന്നത്. അങ്ങനെ വരുമ്പോഴേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ നേതാവിനെ, ആഭ്യന്തരമന്ത്രിയായി നന്നായിട്ട് തിളങ്ങിയ ആൾ, ഒന്നാം തരം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആൾ, വളരെ മര്യാദയ്ക്ക് സംസ്കാരത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുന്ന ആൾ, ജനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരു രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി നിർത്തി മുന്നോട്ട് പോകാൻ UDF-ന് എന്താണ് തടസ്സമുള്ളത്? ഞങ്ങൾ പ്രത്യേകിച്ചും UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷന് പോകാറുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എംഎൽഎമാരും ഹൈക്കമാൻഡും കൂടെ ആലോചിച്ച് തീരുമാനിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ മതി, അത് വ്യത്യാസമൊന്നും. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ 8-10 വർഷമായി നമ്മുടെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ്. പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴാണ് നിവേദനം കൊടുക്കാൻ ഡൽഹിയിൽ പോകുന്നത്. ഇനി ഇദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റും. എത്ര കോൺക്ലേവുകൾ നാട് മുഴുവൻ നടത്തുന്നു.
പണം ചെലവഴിക്കുന്നു. ഈ കോൺക്ലേവിലൂടെ കിട്ടുന്ന നിർദ്ദേശങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം പോലും നടപ്പാക്കാൻ കഴിയുമോ? ഇപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ 1-ാം തീയതി 2-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അദ്ദേഹം ഗൾഫ് നാടുകളിൽ പോകും. 10 ദിവസങ്ങൾ ചെലവഴിക്കുന്നു, ധാരാളം സ്ഥലങ്ങളിൽ പോകുന്നു. അവിടെ പണ്ട് പോയത് കൊടുത്ത വാഗ്ദാനം എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടോ? ബെഹ്റിനിൽ പോയി പറഞ്ഞു, ബെഹ്റിനിൽ ഒരു കോളേജ് തുടങ്ങും ഇന്ത്യയിൽ, കേരളം. പ്രവാസികൾക്ക് വേണ്ടി എന്തെല്ലാം പ്രഖ്യാപനം നടത്തിയോ? അപ്പോൾ ഇപ്പോൾ നടത്തുന്ന കോൺക്ലേവുകളാണെങ്കിലും സന്ദർശനങ്ങളാണെങ്കിലും ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത് ഇതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഭൂരിപക്ഷത്തെ ഈ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോവാണ്. അത് ന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം. കേരളത്തിൽ ജനങ്ങളുടെ പൊട്ടന്മാരാണ്, അവർക്കറിയാവുന്നതല്ലേ ഇതെല്ലാം. അപ്പോൾ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമുണ്ട്. 10 വർഷം കൊണ്ട് കേരളം എത്ര പിറകോട്ട് പോയി, സാമ്പത്തികമായി തകർന്നു. കേരളം മുന്നോട്ട് പോയില്ല. ഒരു മേജർ വികസന പദ്ധതി പോലും ഈ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? നാളെ സ്ഥാനം ഒഴിയുമ്പോൾ ഇങ്ങനൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയോ? അപ്പോൾ ജനങ്ങൾക്കതറിയാം. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാതെ UDF അധികാരത്തിൽ കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഞാനത് സ്വാഗതം ചെയ്യുന്നു. ഇത് അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, ഭൂരിപക്ഷ രാഷ്ട്രീയ അല്ലെങ്കിൽ UDF നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ. അങ്ങ് ചില കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയായി എടുത്ത ചില തീരുമാനമുണ്ട്. കാരണം ഏറ്റവും വലിയ ബ്ലേഡ് പലിശക്കാരുടെ ഉപദ്രവമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങ് ആഭ്യന്തരമന്ത്രിയാകുന്നത്. അത് കുബേര കൊണ്ടുവന്നു. അതൊരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചു. പലരുടെയും ബ്ലാങ്ക് ചെക്കുകളും പ്രമാണങ്ങളും ഒക്കെ പോലീസ് വീണ്ടെടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ ഉള്ളത് ഈ നമ്മുടെ NH-66 അത് നിലവിൽ വരുമ്പോഴേ ഉമ്മൻചാണ്ടിയും BM സുധീരനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും ഒക്കെ 30 മീറ്റർ വീതി മതി എന്നുള്ള ഒരു നിലപാടായിരുന്നു. നമ്മളെന്തെല്ലാം കുറ്റം പറഞ്ഞാലും 60 മീറ്റർ വീതി വേണമെന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ നിലപാട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കൃത്യമായി ഹൈവേ സമയബന്ധിതമായിട്ട് തീരാൻ വഴി തെളിച്ചത്. ഇത് വന്നപ്പോൾ ഹൈവേയുടെ വീതി 45 മീറ്റർ ആക്കാം എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോയത് അങ്ങാണ്. അപ്പോൾ വികസനത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് കേരളത്തിൻ്റെ അത് നടന്ന കാര്യം ഞാൻ പറയും. ഞങ്ങൾ ഒരിക്കൽ ഞാനും ഞാൻ KPC പ്രസിഡൻറ്റ്, പക്ഷേ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി. ഞങ്ങൾ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് YMCAയിൽ ക്രിസോസ്റ്റം തിരുമേനി, മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ക്രിസോസ്റ്റം തിരുമേനി ഒരുമിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം നന്നായി സരസമായി സംസാരിക്കുന്ന ആളാണ്, അങ്ങേക്കറിയാമല്ലോ. അന്നത്തെ YMCAയുടെ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ 2 പ്രതിപക്ഷമുണ്ട്, ഭരണകക്ഷിയുണ്ട്, 2 നേതാക്കന്മാരുമുണ്ട്. ഞാനൊരു ആവശ്യം മുന്നോട്ട് വെക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ഭരിക്കാൻ പോകുന്നവരും ഭരിക്കേണ്ടവരുമായ ആളുകളാണ്. ഭരിക്കാൻ പോകുന്നവരുമായ ആളുകൾ. നിങ്ങളെല്ലാവരും കൂടി ഈ റോഡ് ഒന്ന് നന്നാക്കണം. മനുഷ്യർ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ പോയ എത്ര മനോഹരമായ റോഡുകൾ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ 30 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് റോഡാണ്? 60 മീറ്റർ വേണ്ടടുത്ത് 30 മീറ്റർ മതി. അത് നിങ്ങൾ രണ്ടും മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞാനും പിണറായി വിജയൻ കൂടെ ആലോചിച്ചു. അപ്പോൾ വലിയ തർക്കമാണ് ഇവിടെ. അപ്പം ഞാനിവിടെ പറയാം 30 മീറ്റർ മതി, VS അച്യുതാനന്ദൻ 30 മീറ്റർ, VM സുധീരൻ 30 മീറ്റർ, അത് 30 മീറ്ററിൽ കൂടുതൽ റോഡ് ഉണ്ടാവണ്ട. ഇവരുടെ അല്ല വീരേന്ദ്രകുമാർ. അപ്പം ഞങ്ങളാണ് കൂടെ തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. അത് അച്യുതാനന്ദൻ, അദ്ദേഹം 30 മീറ്റർ. നമുക്ക് ആവശ്യപ്പെടാം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ. അപ്പോൾ രമേശ് UDF ആളുകളെ നോക്കണം, ഞാൻ LDF കക്ഷികളെ സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് യോഗം വിളിക്കാൻ മുൻകൈ എടുക്കാൻ പറഞ്ഞു. പുള്ളി യോഗം വിളിച്ചു. ഞാൻ UDF യോഗം വിളിച്ചിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇത് നടക്കില്ല, 30 മീറ്റർ നടക്കില്ല, 60 മീറ്ററാണ് വേണ്ടത്, 45 മീറ്റർ, കേരളത്തിന് പ്രത്യേകത 45 മീറ്റർ. എല്ലാവരോടും ഞാൻ അതിൻ്റെ കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞപ്പോൾ അവസാനം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി മാത്രമേ എതിർത്തു. അവർ പറഞ്ഞത് പറ്റില്ല, ഞങ്ങൾ പറയും. അങ്ങനെ യോഗം കൂടി, മുഖ്യമന്ത്രി യോഗം കൂടി തുടങ്ങിയപ്പോൾ പിണറായി പറഞ്ഞു, സാധാരണഗതിയിൽ KPC പ്രസിഡൻറ്റോ പാർട്ടി സെക്രട്ടറിയോ ഈ ഓൾ പാർട്ടി മീറ്റിങ്ങിന് പോകാറില്ല.
ഞങ്ങളെല്ലാം അയക്കാറുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പോയത് മനഃപൂർവ്വം പോയതാണ്, ആലോചിച്ച് പോയതാണ്. അപ്പം പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ആദ്യം സംസാരിച്ചു എൻ്റെ ആവശ്യകത. അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു. ഞാനും ഇത് 45 മീറ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു എൻ്റെ അടുത്തിരിപ്പുണ്ട്. പുള്ളിക്ക് അപ്പോഴും അങ്ങോട്ടങ്ങ്, കാരണം പുള്ളിയുടെ ആളുകളുടെ ഈ ഭൂമി പോകുമെന്നുള്ള പുള്ളിയുടെ പ്രശ്നം. വേണ്ടാന്ന് പുള്ളി പറയുന്ന ആളുകളെ കുടിയിറക്കണം, അത് വലിയ സമരമല്ലേ, നാട്ടിൽ വലിയ സമരം നടക്കുകയല്ലേ, ഈ 30 മീറ്റർ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി അതിനങ്ങോട്ട് എന്നോട് പൂർണ്ണമായി അങ്ങ് യോജിക്കുന്നില്ല. എന്തിനോ ആ സമയത്ത് അച്യുതാനന്ദൻ പറഞ്ഞു ഒരു കത്ത് വന്നിട്ടുണ്ട് എന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു ആരുടെ കത്ത്? VM സുധീരൻ്റെ കത്താണ്. അപ്പം തന്നെ പിണറായി വിജയൻ പറഞ്ഞു അത് KPC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, ഇനി വേറെ പാർട്ടിക്കാരുടെ ആരുടെയും കത്തിലൂടെ വായിക്കാൻ പറ്റും. അത് അച്യുതാനന്ദൻ പറഞ്ഞ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ചൂടായി. ഇനിയും വേറെ കത്ത് പറ്റില്ല, അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇവിടെ വന്നിരിപ്പുണ്ട്, പിന്നെ ഇനി വേറെ ആളുടെ കത്ത് വായിക്കുന്നതിന്. പുള്ളി ഇത് നോക്കി വെച്ചപ്പോൾ എന്നെയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെ. അങ്ങനെ ബാക്കി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും ഒഴിച്ച് എല്ലാ പാർട്ടിയും ഇത് അനുകൂലമായിട്ട് വന്നു. അങ്ങനെയാണ് 40 മീറ്റർ എന്നുള്ളത് മാറ്റി 45 മീറ്റർ. അതിൽ അന്ന് ഞങ്ങളെ രണ്ടുപേരെ യോജിപ്പിച്ച ക്രിസ്റ്റോസ്റ്റൻ തിരുമേനിയാണ്. ഈ പാത പൂർത്തിയാകുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വികസന കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചാൽ നല്ല കാര്യം നാട്ടിൽ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അത് നിയമസഭയിൽ ഞാനിത് പറഞ്ഞൊരു കാര്യമാണ്. അത് ഒരു സത്യത്തിൽ അതൊരു വലിയ കാൽവെപ്പായിരുന്നു കേരളത്തിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചത് കൊണ്ടാണ് നടന്നത്. ഉമ്മൻചാണ്ടി എൻ്റെ കയ്യെ ഞെക്കുകയും കാലെ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിത് വിശദമാക്കുമ്പോൾ. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മനോഭാവം അതാണ്. ഈ പലരും എന്നോട് ചോദിച്ചു പുതുപ്പള്ളിയിൽ റോഡൊന്നും പണിയതല്ല പുള്ളി, വലിയ റോഡുകൾ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് പറയുമ്പോൾ പുള്ളി പറയാം അതൊക്കെ ആളുകളുടെ സ്ഥലം എടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് ഇവിടെ വലിയ റോഡൊന്നും വെക്കത്തില്ല പുള്ളി. പിന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ റോഡ് വെച്ചപ്പോഴാണ് കുറേ BNBC റോഡ് കോട്ടയത്ത് സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു മാനസിക കാഴ്ചപ്പാടാണ് ആ കാര്യത്തിലൊക്കെ ഉള്ളത്. പാവങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരുടെ വീടെടുക്കേണ്ട ആ സഹാനുഭൂതി കൊണ്ടാണ്, അല്ലാണ്ട് വികസനം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ലല്ലോ ഉമ്മൻചാണ്ടി. അങ്ങനെയാണ് കേരളത്തിൽ 45 മീറ്റർ വരുന്നത്. പക്ഷേ പിന്നീട് എന്താ ചെയ്യും, ഇവർക്കൊക്കെ നല്ല വില കൊടുത്തു. അതെ, ഇപ്പം എന്താ ആളുകൾ ഹൈവേക്ക് സ്ഥലം എടുക്കാൻ ഇങ്ങോട്ട് വരിക നമ്മുടെ അല്ലേ. പണ്ട് 30 മീറ്റർ വേണ്ടാന്ന് പറഞ്ഞ് സമരം ചെയ്തവർ 45 മീറ്റർ ആക്കിയപ്പോൾ തുക കൂട്ടി കൊടുത്തപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. സാറേ ഇതെങ്ങനെയും എടുക്കാം, ഞങ്ങളുടെ കൂടെ എടുക്കുക, ഞങ്ങളുടെ പുറകിലായിപ്പോയി അതുകൂടെ എടുക്കുക എന്ന് പറഞ്ഞ ആളുകൾ വരിക. അത് ഈ കൊച്ചി മെട്രോയ്ക്ക് അതിനകത്ത് ഉമ്മൻചാണ്ടി ചെയ്തൊരു നല്ല കാര്യമാണ്. കൊച്ചി മെട്രോയ്ക്ക് സ്ഥലം കൊച്ചി നഗരത്തിലൂടെയാണ് പോകുന്നത്, വിലപിടിപ്പുള്ള സ്ഥലമാണ്. അവിടുത്തെ നിലവിലിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അവിടെ ക്രയവിക്രയം നടക്കുന്ന വാല്യൂ എത്രയാണ് ആ വാല്യൂ കൊടുത്തു. അതേ സിസ്റ്റമാണ് ഇതിലും കാണിച്ചത്. അതുകൊണ്ട് ആളിന് ഭൂമി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അല്ല, അതിനകത്തൊരു മറ്റൊരു വശമുള്ളത് അന്നിത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ 60 മീറ്റർ ആക്കായിരുന്നു വേണമെങ്കിൽ ആക്കായിരുന്നു. അല്ല, അന്ന് ഈ ക്രിസോസ്റ്റം തിരുമേനിക്ക് രണ്ടുപേരെയും യോജിപ്പിക്കാൻ, പിണറായി വിജയനെയും അങ്ങനെ യോജിപ്പിക്കാൻ കഴിഞ്ഞത്, പിണറായി വിജയൻ നിശ്ചിതമായ നിലപാടുള്ള ആളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അച്യുതാനന്ദൻ ഇരുന്നപ്പോൾ വായിക്കേണ്ടെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലാക്കിയ. പക്ഷേ പുള്ളി വായിച്ചു. അല്ല, വായിച്ചാലും കാര്യം നടന്നില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ കോൺഗ്രസ് അങ്ങനല്ല. പക്ഷേ ഞാൻ നിർത്തി. അല്ല, ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. CPM-നെ കൊണ്ടുപോകുന്ന പോലെ കോൺഗ്രസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിനെ ഈ ബഹളത്തിനിടയിലൊക്കെ കൃത്യമായി അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം ഉപരിയായിട്ട് ഈ അന്ന് ഞാൻ സ്ട്രോങ് ആയി നിലപാട് KPC യോഗം കൂടി ഞാൻ പറഞ്ഞു 30 നടക്കില്ല, 45. ലോകം ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ 30 മീറ്ററുമായിട്ട് എവിടെ ലോകത്തെവിടെയും ഉണ്ടോ? ഇന്ത്യ മുഴുവൻ 60 മീറ്ററാണ്. നമ്മൾ 30 മീറ്റർ എന്ന് പറഞ്ഞ ആൾ നാളെ എങ്ങനെ വികസനം ഉണ്ടാകും? അപ്പോൾ ആരോ പറഞ്ഞു ഗോവയിലാണോ? നമ്മൾ ഗോവ പോലാണോ കേരളം? ഗോവ ഒട്ടും സ്ഥലമില്ലാത്ത സ്ഥലമാണ്, ഒട്ടും സ്ഥലമില്ല. അല്ല, റോഡ് വന്നതോടുകൂടി അല്ല, എനിക്ക് ആ കാര്യത്തിൽ അഭിമാനമുണ്ട്. ഞാൻ വളരെ സ്ട്രോങ് ആയ നിലപാട് ആ കാര്യത്തിലെടുത്തത്. അല്ല, അതുകൊണ്ടൊരു ഗുണമുണ്ടായത് വന്ദേ ഭാരതിൻ്റെ വേഗത്തിൽ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് ചെല്ലാനൊരു വഴി നമുക്ക് കിട്ടി. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്, അതിന് തർക്കമെന്നുള്ള ഒരു കാര്യം. അല്ല, പക്ഷേ ഞാനത് പറഞ്ഞത് ഇതൊക്കെ അങ്ങേക്ക് കോൺഗ്രസ്സുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. ഇത് വെളിയിലിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് വലിയൊരു ഫ്ലെക്സിബിലിറ്റി അങ്ങയുടെ പേഴ്സണാലിറ്റിയിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ജനങ്ങൾ
ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് അങ്ങ്. അതൊരു മുഖസ്തുതിയായിട്ട് ഞാൻ പറഞ്ഞല്ല. പലപ്പോഴും വീട്ടിലൊരു അംഗം, രമേശ് ചെന്നിത്തല വീട്ടിലെ ഒരു അംഗമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങേക്ക് ഈ അവരുടെ മനസ്സിൽ പ്രായമാകുന്നില്ല. അതുകൊണ്ടായിരിക്കും അവർ, പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിപ്പിച്ചൊരു പ്രൊഫസർ പറഞ്ഞ കാര്യം ഞാനതാ പറഞ്ഞു. അപ്പോൾ അത്ര ഫ്ലെക്സിബിലിറ്റി അങ്ങേക്കുണ്ട്. കാര്യങ്ങൾ കൃത്യമായൊരു വികസന കാഴ്ചപ്പാടുണ്ട്. ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന അന്ന് രാജീവ് ഗാന്ധിയെ കൊണ്ട് 10 ലക്ഷം രൂപ, 10 കോടി രൂപ ഗ്രാമവികസനത്തിന് കൊണ്ടുവരാൻ പറ്റിയ ആളാണ്. സ്പെഷ്യലായിട്ടുണ്ട്. പക്ഷേ സരള അഗ്രവാളായിരുന്നു രാജീവ് ഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവരോട് പ്രത്യേകം പറഞ്ഞ് വാങ്ങി തന്നാണ് എനിക്ക്. പക്ഷേ 8 മന്ത്രിമാർ നമുക്കുണ്ടായിട്ടും കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമായില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.